നമസ്കാരം. ഓസ്ട്രേലിയയിൽ വന്ന് വെറും 12 വർഷം കൊണ്ട് ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ മോർട്ട്ഗേജും അടച്ചു തീർത്ത് ഏകദേശം $2 ലക്ഷം ബാങ്കിൽ ബാലൻസുമായിട്ട് വല്ലപ്പോഴൊക്കെ കാഷ്വലായിട്ട് ജോലിക്കും പോയി ഇടയ്ക്ക് കുറച്ച് വോളണ്ടിയർ വർക്കുമായിട്ട് ജീവിക്കുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ കഥയാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ ഈ കഥ പറയാൻ കാരണം ജീവിതത്തിൽ ഒരുപാട് പേര് ഇങ്ങനെ ഡിഫറൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്ത് വിജയിക്കാറുണ്ട്. ആ വിജയത്തിൽ അവരുടെ കൂടെ സന്തോഷിച്ച് നമുക്കും എന്തെങ്കിലുമൊക്കെ ഡിഫറൻ്റായിട്ട് ചെയ്യാനൊരു മോട്ടിവേഷൻ ഇവരുടെ കഥ നമുക്ക് നൽകി കഴിഞ്ഞാൽ അത് വലിയ കാര്യമല്ലേ. അപ്പോൾ ഇവരുടെ കഥ ഞാൻ പറയാം. ഭാര്യ ഇവിടെ നഴ്സായിട്ടാണ് വന്നത്. ഹസ്ബൻഡ് നാട്ടിലൊരു എഞ്ചിനീയർ ആയിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഫീൽഡിൽ ജോലി കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം CSST, അതായത് ഓപ്പറേറ്റിംഗ് തിയേറ്ററിൽ എക്യുപ്മെൻറ്റ് സ്റ്റെറിലൈസ് ചെയ്യുന്നൊരു ജോലിയിൽ പ്രവേശിച്ചു. രണ്ടുപേർക്കും കമ്പൈൻഡ് ഇൻകം ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല. വൈഫിന് ഏകദേശം 120,000, ഹസ്ബൻഡിന് 80,000 to 90,000. അപ്പോൾ ഈ ഒരു ഇൻകം വെച്ചാണ് ഇവർ ഇത്രയും വലിയ മാജിക്കുകളൊക്കെ ചെയ്തത്. ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം അവരുടെ ബജറ്റ് വെച്ചിട്ട് ചെറിയ വീട് വാങ്ങി. വന്ന് 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും 3 ബെഡ്റൂമിൻ്റെ ഒരു പഴയ വീട്, അത്യാവശ്യം ലാൻഡുള്ള. ഈ ചേട്ടൻ്റെ നാട്ടിൽ അത്യാവശ്യം പറമ്പൊക്കെ ഉള്ള ഒരാളാണ്, അപ്പോൾ കർഷകനാണ്. ഇപ്പോൾ ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞപ്പം ഈ വീട് പഴയ വീടാണ്, അത്യാവശ്യം ലാൻഡുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിഫറൻ്റായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ കുറച്ച് റിനോവേഷൻ വർക്കുകളൊക്കെ ചേട്ടൻ ചെയ്തു. പെയിൻ്റ് അടിച്ചു, റൂഫിൻ്റെ ഗട്ടർ ക്ലീനിങ് ചെയ്തു, അവിടെയും പെയിൻറ്റ് മാറ്റി. അതുപോലെ കിച്ചൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ, ക്യാബിനറ്റുകൾ ഒക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് വീട് നന്നായിട്ട് പുള്ളി മോടി പിടിപ്പിച്ചു. അതുപോലെ കുറച്ച് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് നല്ല ഗാർഡൻ വെച്ചു. അപ്പം ഫ്രണ്ട്സൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് നല്ല ലുക്കുണ്ടല്ലോ വീടിനെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു മോട്ടിവേഷനായിട്ട് ചേട്ടനിങ്ങനെ സ്ഥിരമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പം ആദ്യം താമസിച്ച വീട് 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ വീടൊന്ന് മാർക്കറ്റിലിട്ടാലോ എന്നൊരാഗ്രഹിച്ചു. അപ്പോൾ ഒരു സെയിൽസ് ഏജൻറ്റിനോട് ചോദിച്ചു. സെയിൽസ് ഏജൻറ്റ് അപ്രൈസലായിട്ട് $1 ലക്ഷം കൂടുതൽ പറഞ്ഞു. അങ്ങനെ മാർക്കറ്റിലിട്ട് വീട് വിറ്റു. അതുപോലെ തന്നെ അവർ ഇതേ സ്ട്രാറ്റജി വീണ്ടും ഉപയോഗിച്ചു. പഴയ വീട് നല്ല സബർബിൽ പോയിട്ട് പഴയ വീട് വാങ്ങുന്നു, അവിടെ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യുന്നു, 1-2 വർഷം കഴിയുമ്പോൾ വീട് വിൽക്കുന്നു. അപ്പം അങ്ങനെ അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. ഇപ്പം 6ാമത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. 6ാമത്തെ വീടായപ്പോഴേക്കും അവർക്ക് മോർട്ട്ഗേജ് ഒന്നുമില്ല. കാരണം എല്ലാ വീട് വിൽക്കുമ്പോഴും അവർക്ക് $1 ലക്ഷം മുതൽ $2 ലക്ഷം വരെ ലാഭം കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ അവസാനത്തെ വീട് വിറ്റ് കഴിഞ്ഞപ്പോൾ ഏകദേശം $3 ലക്ഷം അടുത്ത് ലാഭം കിട്ടി. അപ്പം നിങ്ങൾക്കറിയാം, താമസിക്കാനുള്ളൊരു വീട് 1 വർഷം താമസിച്ച് കഴിഞ്ഞാൽ ആ വീട് വിറ്റ് കഴിഞ്ഞാൽ ആ വീട്ടിൽ കിട്ടുന്ന ലാഭം നമുക്ക് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല, ഒരു അക്കൗണ്ടൻ്റ് ഇത് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ അവർ എവറി ടൈം വീട് വിറ്റ് കിട്ടുന്ന ലാഭം അടുത്ത വീട് വാങ്ങുമ്പോൾ അതിൻ്റെ മോർട്ട്ഗേജിലിട്ട മോർട്ട്ഗേജ് തീർത്തു. പിന്നെ കുറച്ച് പൈസ ബാങ്കിൽ ലാഭമായിട്ട് വന്നു, ബാലൻസും വന്നു. അതിൻ്റെ ഒപ്പം തന്നെ അവർ ചെയ്ത വേറൊരു കാര്യം, 2 ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടികളും വാങ്ങി. ഇപ്പം ഈ വീട് വിൽക്കുന്ന ലാഭത്തിൻ്റെ ചെറിയൊരു അംശം എടുത്ത് അവർ വീടിൻ്റെ ഡെപ്പോസിറ്റ് ആക്കിയിട്ട് 2 വീടുകൾ വാങ്ങി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ആയിട്ട് $5 ലക്ഷം റേഞ്ചിലുള്ള. ആ വീട് ഇപ്പോൾ പോസിറ്റീവ് ഗിയറിങ്ങിലാണ്. അപ്പോൾ അവർ ആ വീട്ടിലേക്ക് ഒരു പൈസ അടയ്ക്കേണ്ടതില്ല. അതിൻ്റെ ഒപ്പം തന്നെ ഇവരുടെ സൂപ്പർ ഫണ്ടിലും 2 പ്രോപ്പർട്ടികൾ വാങ്ങി. അപ്പോൾ മൊത്തത്തിൽ അവർക്ക് 4 പ്രോപ്പർട്ടികളോളം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ താമസിക്കുന്ന വീടിന് മോർട്ട്ഗേജ് ഇല്ല, അതിന് അത്യാവശ്യം ബാങ്ക് ബാലൻസും ഉണ്ട്. അവർ വല്ലപ്പോഴൊക്കെ ക്യാഷ്വലായിട്ട് ജോലിക്കും പോകുന്നു, ജീവിതം ആസ്വദിച്ച് ജീവിക്കുന്നു. അപ്പോൾ ഈ സ്റ്റോറിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ സാമ്പത്തിക സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടണമെങ്കിൽ വലിയ ശമ്പളമോ വലിയ ജോലിയൊന്നും വേണമെന്നില്ല. നമ്മൾക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു കാര്യം ആഗ്രഹിക്കുന്നു, ആ ലക്ഷ്യത്തിലേക്ക് അവർ ഒരുമിച്ച് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് പോസിബിൾ. അപ്പം നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.